ആഷിഖെ അങ്ങനെ നിലമ്പൂര് ആഘോഷങ്ങളെല്ലാം തകൃതിയായിട്ട് നടന്നു. ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും വലിയ രീതിയിലൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും നിലമ്പൂർ ഒരു വിഷയം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷൻ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള ഒരു സെമി ഫൈനൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷന് അത്രത്തോളം പ്രാധാന്യവുമുണ്ട്. ആഷിഖ് അടക്കം ഈ ഒരു നമ്മുടെ ഈ മറുനാടന്റെ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിലമ്പൂരിൽ ചുറ്റിത്തിരിഞ്ഞതാണ്. അവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആഷിഖിനായിരിക്കും എന്നേക്കാൾ കൂടുതൽ ഇതിനകത്ത് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായിരിക്കും ഇനി നമ്മൾ നേരത്തെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇനി നിലമ്പൂരുകാർ ഇനി വോട്ട് ചെയ്യാൻ എത്തപ്പെടുന്ന ആളുകൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ എത്തുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രാവശ്യം നിലമ്പൂർകാർ ചിന്തിക്കുക? ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് വന്യജീവി ആക്രമണം മുതലുണ്ട്, PVN പറഞ്ഞതിനകത്ത് വിഷയം വരുന്നുണ്ട്, സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ വരെ അവരുടെ മനസ്സുകളിലുണ്ട്. അപ്പോൾ എന്തായിരിക്കും നിലമ്പൂർകാർ ഇനി ചിന്തിക്കാൻ പോകുക? എന്താണ് ആശിക്കിന് തോന്നുന്നത്? നിലമ്പൂരിൽ ഇറങ്ങി അവിടുത്തെ ജനങ്ങളെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഒന്നും അധികം അവരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കം കിട്ടുന്ന പഞ്ചായത്തുകളാണ് നമ്മൾ കൂടുതലും കണ്ടത്. നമ്മളെടുത്ത അവിടെ 7 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. അതില് 6 പഞ്ചായത്തിലും നമ്മളെടുത്ത സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം കിട്ടുന്നത്. ആകെ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് നമ്മുടെ സ്വരാജിന് ഒരു മുൻതൂക്കം വന്നത്. ചിലപ്പോ ഇനി മാറാം, മാറി മറിഞ്ഞും വരാം. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇറങ്ങി മനസ്സിലാക്കുന്നതിൽ അവിടെ ഒരു ട്രെൻഡ് ശരിക്കും ആര്യാടൻ ഷൗക്കത്തിന് കൂടിയാണ്. അതിപ്പോ അവിടുത്തെ ആളുകൾ പറയുന്നത് അവർക്ക് അവരുടെ നാട്ടിലെ ഒരാൾ ആര്യാടൻ ഷൗക്കത്തിനെ കാണാൻ ഞങ്ങൾക്ക് ഇവിടുന്നൊരു ബസ് കേറി പോയാ മതി. പക്ഷേ ഒരുപക്ഷേ സ്വരാജാണ് ഇവിടെ നിന്ന് MLA ആയി വരുന്നത് എങ്കിൽ ഒരുപക്ഷേ സ്വരാജ് എറണാകുളത്ത് പോയി വീട്ടിലേക്ക് പോകുന്നത് കാരണം എറണാകുളത്ത് അദ്ദേഹത്തിലേക്കുള്ള റീച്ച് ഭയങ്കര ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ മതി എന്ന രീതിയിൽ ഒരുപാട് പേര് നമ്മളോട് ചെറിയ ചെറിയ പ്രതികരിച്ചു. കാര്യങ്ങൾ വരെ ഇമ്പാക്റ്റ് ആവുന്നു അതെ, എന്ന് അതെ, അതെ. ചുരുക്കം. ഷൗക്കത്തിനെ കാണാൻ ഞങ്ങൾക്ക് ഇത്രയിടം വരെ പോയാ മതി. ഞങ്ങൾക്ക് ഇത്ര രൂപയുടെ ഒരു ബസ് ടിക്കറ്റ് എടുത്താൽ മതി എന്ന രീതിയിലാണ് പലരും നമ്മളോട് സംസാരിച്ചത്. അതായത് കുറച്ച് പ്രായം ചെന്ന ആളുകൾ ഒക്കെ ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. മറ്റൊരു അപ്രോച്ച് വരുന്നത് ഈ ഞങ്ങളുടെ ഈ ഇലക്ഷന് പങ്കെടുക്കുന്നില്ല. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട. ഒരു 1.5 വർഷമേ ഉള്ളൂ ഇനി അടുത്ത ഇലക്ഷൻ വരാൻ. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ വോട്ട് എനിക്ക് വേണ്ട. വോട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും എതിരല്ല. എന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ. നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വോട്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ഞങ്ങക്കത് ചെയ്യണ്ട. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രതികരണം കിട്ടി. മറ്റൊരു ആഹ്, കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് അവിടെ പേര് ചേർക്കാത്ത ഒരുപാട് യുവാക്കളുണ്ട്. ഇവരൊന്നും നമ്മൾ നമ്മുടെ സർവേയുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതികരണം വന്നു. ഇതെല്ലാം നിലമ്പൂരിനെ സ്വാധീനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മൊത്തത്തിലെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ട്രെൻഡ് ഷൗക്കത്തിനൊപ്പമാണ് എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മൾ പുറത്തു വരുന്ന ഞാൻ ഇവിടുന്ന് പോകുമ്പോ വരെ മനസ്സിലാക്കിയിരുന്നത് ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ഒരു പൊടിക്ക് സ്വരാജിന് ഒരു മുൻഗണനയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലാണ് ട്രെൻഡ് എന്ന് മനസ്സിലായത്. കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഇതിലൊരു പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടത് ക്യാമ്പയിനുകൾ അവർ ഇലക്ഷനെ നേരിടുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ വളരെ ബ്രില്യന്റ് ആണ് എന്ന് വേണം പറയാൻ. കാരണം എല്ലാ സ്ഥലത്തും സ്വരാജിന് മുൻതൂക്കം കിട്ടുന്ന രീതിയിലാണ് അവരത് പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വരാജ് വളരെ ഉയരത്തിലാണ്. ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ ഉയരത്തിലാണ് നമ്മുടെ ഷൗക്കത്തിനേക്കാൾ നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുന്നത് കൊച്ചു കൊച്ചു വിഷയങ്ങളാണ്. അവിടെ വികസനം വരണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ മതി. ആഹ് സ്വരാജ് അവിടുത്തെ നാട്ടുകാരനാണെങ്കിൽ കൂടി അദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്തായതുകൊണ്ട് തന്നെ മാത്രമല്ല അത് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പൊ ഷൗക്കത്തിനെ പോലുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ചൊരു ജനകീയനായ ഒരു രീതിയിൽ ഒരു ഇമേജ് ഉണ്ട്. അതായത് നമുക്ക് ഇലക്ഷൻ കാലത്തേക്ക് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. വീട്ടിൽ പോയി നിൽക്കുക, ചിലപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് നിൽക്കുക. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി കുറെ കാണിക്കുന്ന നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ എല്ലാ കാലത്തും വർക്കൗട്ട് ആയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അക്കാര്യങ്ങളിൽ ഇപ്പോഴും അത് പിന്തുടർന്ന് പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ സ്വരാജിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അടുപ്പം ജനകീയനാകുന്നില്ല എന്നുള്ളൊരു ആരോപണം അവിടെ നിന്ന്, അതായത് നിലമ്പൂരുകാർ പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഞാൻ കുറച്ച് നമുക്കറിയാം സ്വരാജ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സ്പഷ്ടമായ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ നിൽക്കുന്ന, ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ബുജി എന്ന രീതിയിൽ കാണുന്ന ഒരാളായിട്ടാണ് ഇന്ന് കാണുന്നത്. അത് ഒരു പക്ഷേ അത് ഷൗക്കത്തിന് അത് ഗുണമായിട്ട് മാറുന്നുണ്ടോ ഒരു സംശയങ്ങൾ പോലും ഉണ്ട്. നിലമ്പൂരുകാർ പറയുന്നതും അങ്ങനെയാണോ ആഷിഖ്? അതെ, അതെ. ഷൗക്കത്ത് തന്റെ നാട്ടുകാരനാണ്. തന്നോട് കൂടെ നിൽക്കുന്ന ആളാണ് എന്ന രീതിയിലാണ്. പക്ഷേ സ്വരാജിനോട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ചെറിയൊരു അകൽച്ച ആ നാട്ടുകാർക്കുണ്ട്. അത് പേഴ്സണലി അല്ല, രാഷ്ട്രീയം കൊണ്ടുമല്ല.
ഈ പറഞ്ഞ പോലെ ദൂരം അദ്ദേഹം കൂടുതൽ സമയവും എറണാകുളത്തായതുകൊണ്ടാണോ എന്നറിയില്ല. ആ ഒരു അകൽച്ച ആ നാട്ടുകാർക്ക് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പി.വി. അൻവർ യുഡിഎഫിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ പാട്ടും പാടി ജയിക്കേണ്ട മണ്ഡലമല്ലേ നിലമ്പൂർ എന്നത്. ഇപ്പോ പി.വി. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നതുകൊണ്ടാണ് അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വന്നത് എന്ന് വേണം പറയാൻ. കാരണം പി.വി. അൻവർ ഒരു വലിയ ശതമാനം വോട്ട് അവിടുന്ന് പിടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പി.വി. അൻവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം, പിന്നെ ഈ നിരന്തരം ഈ ആഹ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരന്തരം ഓരോ പ്രശ്നങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. മറ്റേ സർക്കാരിനെതിരെ പറയുന്നു, എതിരെ സംസാരിക്കുന്നു. ഞാൻ നിലപാടുള്ളവനാണെന്ന് ആദ്യം പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോകുന്നു. പിന്നെ പല വിഷയങ്ങളിലും പല നിലപാട് വരുന്നു. ആ ഒരു ഫാക്ടർ കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ പല നിലപാടുകൾ വരുന്നതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു നിലപാടില്ലല്ലോ. ഇന്ന് അദ്ദേഹത്തിന് ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അദ്ദേഹം വേറൊരു പാർട്ടിയിൽ പോയാൽ ഞാൻ ആ പാർട്ടിയെ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിലമ്പൂരില് ഇത്രയും നാൾ അദ്ദേഹം വികസനം കാഴ്ചവെച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റം, ഓരോ ദിവസവും മാറുന്ന ഈ മാറ്റം ജനങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് രാഷ്ട്രീയം നമ്മളെ അഭിപ്രായ സർവേ എന്ന് മനസ്സിലായ കാര്യമാണ് പലർക്കും രാഷ്ട്രീയം എന്നത് അവര് ഓരോ കാലത്തും അവര് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നത് അല്ലെ ഇത് സ്ഥിരം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇനി ചെയ്യുന്നത് എന്ന അഭിപ്രായക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സർവേയിൽ പലതും മനസ്സിലായത് പലതിനും അഭിപ്രായമില്ല അല്ലെങ്കിൽ അപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുന്നണികൾ തന്നെ ഇതിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിട്ടുകൊടുപ്പില്ലാതെ തന്നെ അവർ കൃത്യമായിട്ട് പരമാവധി ആളുകളെ ഇത്തരത്തിലുള്ള നിഷ്പക്ഷത പിടിച്ചു, അതായത് രാഷ്ട്രീയം ഇല്ലാത്തവരെ തന്നെ എയിം ചെയ്ത് അവർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയ നേരത്തെ പറഞ്ഞ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനകത്ത് ആർക്കൊപ്പം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ പല രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല. വന്യജീവി ആക്രമണം വിഷയമായി, അതുപോലെ തന്നെ റോഡ് വിഷയമായി, അതുപോലെ തന്നെ അവിടെ പല കാര്യങ്ങളും അവിടെ ഇത്തരത്തിൽ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യക്തമായൊരു സ്പ്ലിറ്റ്, അതായത് ആര് ആരോടൊപ്പം നിൽക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. അൻവറിനെ പോലുള്ളവരെ തുണച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഒരു വാദം എന്ന് പറയുമ്പോൾ ഇത്ര ഇലക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ അനാവശ്യ ഇലക്ഷൻ വേണമായിരുന്നോ? അതിന്റെ പേരിൽ അൻവറിനെ ക്രൂശിക്കുന്നവരുണ്ട്. അത് ഇനി ഏത് രീതിയിൽ ഇനി അത് വോട്ടായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ചെയ്യുന്ന LDF UDF മുന്നണികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്കും അവർ പറയുന്നതിൽ ന്യായമില്ല എന്ന് തോന്നിപ്പോകും. അത് ശരിയാണ്. ഈ ഒരു ഇലക്ഷന്റെ പോലും ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. മാധ്യമങ്ങളടക്കം അവിടെ കെട്ടിച്ചുമന്ന് പോകുന്നുണ്ട്. വലിയൊരു വിഭാഗം പൈസ വളരെ നിഷ്കളങ്കമായിട്ടൊരു ഒരു ഒരമ്മ നമ്മളോട് പ്രതികരിച്ചതാണ്. അവൻ എന്തോ പറഞ്ഞിറങ്ങിപ്പോയി. അവന് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അത്രയും നിഷ്കളങ്കമായിട്ടാണ് ഇവരിത് കാണുന്നത്. എന്തോ പറഞ്ഞ് എന്ത് പറയുന്നു എന്നൊന്നുമല്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പ്രതിനിധിയാണല്ലോ. അപ്പൊ ഞങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ. അത് നിറവേറ്റാതെ പരസ്പരമുള്ള ഈഗോ പ്രശ്നം അല്ലെങ്കിൽ പരസ്പരമുള്ള പ്രശ്നങ്ങളുടെ പേരിൽ, പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളുടെ പേരിൽ രാജിവെച്ചൊഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തോ പറഞ്ഞിറങ്ങിപ്പോയി. അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഒരു സെന്റിമെന്റ്സ് ട്രാക്കാണ് ആള് പിടിക്കുന്നത് തോന്നുന്നത്. അതിൽ നിന്ന് തന്നെ കൊട്ടിക്കലാശത്തില് 3 മുന്നണികളും, അതായത് LDF UDF BJP എല്ലാം പിന്നെ തകർത്ത് പോരാടുമ്പോൾ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ചോണ്ടിരിക്കുന്ന അൻവറിനെയാണ് കാണാൻ പറ്റിയത്. അതെ, അതെ. അത് എന്തിന്റെ സൂചകമാണെന്നൊന്നും തോന്നുന്നില്ല. അതെ, നമ്മൾ പല വിഷ്വലിലും കാണുമ്പോൾ അൻവർ എല്ലാ ചായക്കടയിലും കയറുന്നു, ബജ്ജി കഴിക്കുന്നു, കട്ടൻ കുടിക്കുന്നു. വളരെ ജനകീയനാണെന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഞാനൊന്നും ഇല്ല. ഇനി തോറ്റു കഴിക്കാനും എനിക്കറിയാലോ. തോറ്റു കഴിക്കാനും ഇനി ഞാൻ കുട്ടിക്കലാശം നടത്തിയില്ല. ഇങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കറിയാം. അതായിരിക്കും ചിലപ്പോ ഇനി പറയാൻ പോകുന്നത് അതായിരിക്കും. ഇത്രയും ശതമാനം എന്നെ വിശ്വസിക്കുന്നവരുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്, അതാണ് എന്റെ വികസനം എന്ന് ചിലപ്പോ ഒരുപക്ഷെ ഇത് കഴിയുമ്പോ പറയുമായിരിക്കും. കാത്തിരുന്ന് കാണും. നിലമ്പൂരിലെ ജനങ്ങൾ അവര് തന്നെയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം കേരളം ഒറ്റുനോക്കുന്നത് തന്നെ നിലമ്പൂരിലെ ജനങ്ങളെയാണ്. അവർ തീരുമാനിക്കട്ടെ ആരായിരുന്നു അവരുടെ യഥാർത്ഥ നാഥൻ എന്ന്.